ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പം ഈ രണ്ടു കാര്യങ്ങൾ NM വിജയന്റെ കേസും അതുപോലെ മധുവിന്റെ കേസും ഈ രണ്ടു കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നേരത്തെ പഴകുളം മധു മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകി. അതിനുശേഷമാണ് നവീൻ ബാബുവിന്റെ കുടുംബം അദ്ദേഹത്തെ നേരിൽ പോയി കണ്ട് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അവർക്കത് വളരെ കൃത്യമായുള്ള ആവശ്യമാണ്, എല്ലാ കാലത്തുമുള്ള ആവശ്യമാണ് എന്നത് പ്രധാനമാണ്. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് മാത്രമുള്ള, ഇന്നിപ്പോ MV ജയരാജനും അതിനോടൊപ്പം തന്നെ KK രാഗേഷും എല്ലാം ഇത് ഉന്നയിക്കുന്നുണ്ട്, രാഷ്ട്രീയ താല്പര്യത്തിന്മേലുള്ള അധികാര പ്രയോഗമാണ് എന്ന ആരോപണം. എങ്ങനെയാണ് കോൺഗ്രസ് തന്നോട് പ്രതികരിക്കുന്നത്? ശ്രീമതി മാധു ഒരിക്കലും അങ്ങനെ അധികാര പ്രയോഗം നടത്താനോ അല്ലെങ്കിലും ആരെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായി അവരെ അമർച്ചിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നവീൻ ബാബുവിന്റെ കേസ് വന്നത് മുതൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് ശേഷം ഉണ്ടായിട്ടുള്ള നിലപാടുകൾ, പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം ഇടതുപക്ഷ സഹയാത്രികരാണ്, ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ ആ ഘട്ടത്തിലെല്ലാം അവരോടൊപ്പം നിൽക്കൂ എന്നുള്ളതാണ് അവിടെയുള്ള പാർട്ടിയും പത്തനംതിട്ടയിലെ പാർട്ടിയും അതോടൊപ്പം തന്നെ ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞ കാര്യം. പക്ഷേ എന്താ സംഭവിച്ചത്? ഇരിയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരൻ്റെ കൂടെ ഓടുകയും ചെയ്യുന്ന നിലപാടാണ് അവരോട് സ്വീകരിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ അവര് ഈ കേസ് CBI അന്വേഷിക്കണം എന്ന് പറയുന്നത്. കോടതിയിൽ ഈ PP ദിവ്യയുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പോലും എന്താണ് ഇവരെടുത്ത നിലപാട് നമുക്കെല്ലാം അറിയാലോ. അന്ന് ഈ യോഗത്തിലേക്ക്, ഈ യാത്രയയപ്പ് യോഗത്തിലേക്ക് വിളിക്കാതെ അവർ കടന്നു വന്നു എന്നുള്ളതാണ് കലക്ടർ പറഞ്ഞത്. പക്ഷേ ആ അന്നത്തെ കലക്ടർ ഒരിക്കലും അദ്ദേഹത്തിന്റെ മുഖഭാവം കാണുമ്പോൾ വിളിക്കാതെ കടന്നു വന്നതല്ല, മുൻകൂട്ടി തീരുമാനിച്ച് ഗൂഢാലോചന എടുത്ത് PP ദിവ്യയെ അവിടെ വിളിച്ചു വരുത്തിയതാണ് എന്ന് കൃത്യമായി മനസ്സിലാവും. PP ദിവ്യ ഇത്തരം ഒരു ആരോപണം ആ മനുഷ്യനെതിരായി ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് അത് കേട്ടത് എന്നുള്ളത് ആ വിഷ്വൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആ PP ദിവ്യ പ്രാദേശിക ചാനലുകാരനെയും കലക്ടറെയും അറിയിച്ചിട്ട് തന്നെയാണ് അവിടെ എത്തിയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ഇവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അന്ന് പറഞ്ഞു, PP ദിവ്യയുടെ നവീൻ ബാബുവിന്റെ അഡ്വക്കേറ്റ് അവിടുത്തെ അന്നത്തെ ഇവർക്ക് വേണ്ടി ഹാജരായ വക്കീൽ പല ആവശ്യം ഉന്നയിച്ചപ്പോൾ ഈ പറയുന്ന കലക്ടറുടെയും അതോടൊപ്പം തന്നെ PP ദിവ്യയുടെയും ഫോൺ രേഖകൾ പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അന്ന് നിലപാടെടുത്തത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാരണം എന്താ? ആ ഫോൺ രേഖ പരിശോധിച്ചാൽ തന്നെ ഇവർ തമ്മിൽ നടത്തിയ ഗൂഢാലോചന കൃത്യമായി മനസ്സിലാവും. പക്ഷെ ഇതിനകത്ത് വലിയ ഗൂഢാലോചനയുണ്ട്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണം ഒരു കൊലപാതകത്തിൽ എത്തുന്നതിന് മുമ്പ് നടന്ന വലിയ ബിനാമി ഇടപാടുണ്ട്. PP ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ നടത്തിയിട്ടുള്ള ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നില്ല. അവർ ഉന്നയിക്കപ്പെട്ട അവിടെ പെട്രോൾ പമ്പ് എന്ന് പറയുന്ന പമ്പിന് അവർക്ക് യാതൊരു തരത്തിലുള്ള അധികാര പരിധിയില്ലാത്ത സ്ഥലത്ത് അവർ വിളിച്ചു പറയണമെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള മോട്ടീവ് എന്ന് നമുക്കറിയാം. അവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന പെട്രോൾ പമ്പിന്റെ ബിനാമിയാണ് എന്നും അതിനകത്ത് അവർക്കുൾപ്പെടെ നിക്ഷേപമുണ്ട് എന്നും ആ നാട്ടിലെ ആളുകളും അതോടൊപ്പം അതിൻ്റെ ആളുകളൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. അതോടൊപ്പം കാർട്ടൺ ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ഇവർ നടത്തിയിട്ടുണ്ട്. ആ കമ്പനിയിൽ PP ദിവ്യയുടെ ഡയറക്ടറാണ്. അപ്പോൾ PP ദിവ്യ എന്ന് പറയുന്ന അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് വളരെ കൃത്യമായി ഈ പറയുന്ന അവരുടെ അഴിമതിയെ സംബന്ധിച്ച് ആ കാര്യങ്ങളൊക്കെ തന്നെ നടത്താൻ ഈ പറയുന്ന ADM തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ADMനോട് PP ദിവ്യ ഉണ്ടായ വിദ്വേഷത്തിന്റെ കാരണമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നടന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് പ്രശാന്തൻ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആരാണ് പ്രശാന്തൻ എന്ന് നമുക്കെല്ലാം അറിയാലോ. എന്താണ് അയാൾ പറഞ്ഞ മൊഴിയെന്നെ കുറിച്ച് നമുക്കറിയാലോ. അത് അയാളെ കൊണ്ടുവന്ന് CCTV പരിശോധിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പല ചാനലുകൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ ഗൂഢാലോചനയുണ്ട്. ആ ഘട്ടത്തിൽ ഈ പറയുന്ന കോടതിയിലേക്ക് പോയ കാര്യമാണല്ലോ, കോടതി തള്ളിയ കാര്യമാണല്ലോ എന്നുള്ളതാണ് CPM ചോദിക്കുന്നത്. 2-3 തവണ വിവിധ കോടതികളിൽ പോയി കോടതി തള്ളിയ കാര്യമായിട്ടും പിന്നെ എന്തുകൊണ്ട്? അതെ അല്ല ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കൂ. അപ്പോൾ കോടതി അവിടെ പറയുമ്പോൾ സ്വാഭാവിക കോടതിയിൽ ഈ കേസ് വരുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് നന്നായി നടക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി അത് കേട്ടു. സ്വാഭാവികമായും ഇവർക്ക് വേണ്ടിയല്ല പ്രോസിക്യൂഷൻ നിന്നത്. അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രോസിക്യൂഷൻ നിന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കേസ് നന്നായി പോകുമായിരുന്നു. അങ്ങനെ നന്നായി പോകുമായിരുന്നെങ്കിൽ അവർക്ക് ഈ CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിക്കേണ്ടി വരില്ലായിരുന്നു. അവരുടെ ഭർത്താവായ നിഷ്കളങ്കനായ നിരപരാധിയായ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു മനുഷ്യനെ കള്ളനായി ചിത്രീകരിച്ച് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് മുമ്പോട്ട് പോയിട്ട് അതിന്റെ നീതി എന്താണെന്ന്
അവർക്ക് കിട്ടണം, എന്താണ് ഇതിനെ നടന്ന ഗൂഢാലോചന നടത്തണം, കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ഇടപെടലിനെ കുറിച്ച് മനസ്സിലാക്കണം. അന്നത്തെ ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹം കുറിപ്പെഴുതിയിട്ടുണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ ആ കുറിപ്പ് ഉൾപ്പെടെ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങളെന്ന് ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ ആത്മഹത്യ ചെയ്ത് ഏകദേശം 10-15 മിനിറ്റ് മുമ്പ് അവിടെ ആ സ്ഥലത്ത് എത്തിയ ഒരാളാണ് ഞാൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ കൂടെ ഞങ്ങളൊക്കെ അവിടെ എത്തുമ്പോഴും ആ സമയത്ത് ഞങ്ങളെ ആരും അതിന്റെ ഉള്ളിലേക്ക് കയറ്റിവിടാൻ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. അതിനകത്ത് നടന്ന കാര്യങ്ങൾ, അദ്ദേഹം എഴുതിയ മരണമൊഴി അല്ലെങ്കിൽ സ്വാഭാവിക അദ്ദേഹത്തിന്റെ കുറിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ള വ്യാഖ്യാനമാണ് നടത്തിയത്. അതിനുശേഷം ഇങ്ങോട്ട് നടന്ന എല്ലാം വളരെ കൃത്യമായ ഗൂഢാലോചനയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആ കലക്ട്രേറ്റിൽ കൊണ്ടുവന്ന് ഒന്ന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിന് മുമ്പിൽ നിരാഹാരം കിടക്കുമ്പോൾ ഞങ്ങൾക്കൊരു അന്തിമോപചാരം അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കലക്ടർ വഴിതിരിച്ചിട്ടാണ് മാറിയത്. കലക്ടറേറ്റിലേക്ക് വന്നില്ല. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാർക്ക് ഒന്ന് അന്തിമോപചാരം നടത്താൻ പോലും കലക്ടർ ഇടപെട്ട് നടത്തിയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഗൂഢാലോചനയിലെ ഈ ഗൂഢാലോചന പുറത്തു വരേണ്ടത് കലക്ടറും PP ദിവയും അതോടൊപ്പം തന്നെ ഇതിന്റെ പുറകിൽ നിന്ന് P ശശിയും അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ഇന്ന് ഇവരുൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ഗൂഢാലോചന പുറത്തു വരണം. അതുകൊണ്ടാണ് ഈ പറയുന്ന KK രാഗേഷിനൊക്കെ കൊള്ളുന്നത്. അതുകൊണ്ട് എന്തായാലും ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കട്ടെ. ഇതിനകത്ത് ഒരു മനുഷ്യരെ കൊലക്കൊടുത്ത് ആരായാലും അവരെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള തീരുമാനം, കുടുംബത്തിന്റെ തീരുമാനമാണ് UDF ഗവൺമെന്റ് അംഗീകരിച്ചത്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു രാഷ്ട്രീയപരമായ നിലപാടുമില്ല, രാഷ്ട്രീയപരമായ എതിർപ്പുമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, അഡ്വക്കേറ്റ് അനിൽ P. നായർ കൂടി അദ്ദേഹം Debate with Madhu Saji.